മൂന്നാർ നിവാസികളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ 2 വർഷം മുമ്പ് തുടങ്ങിയ പദ്ധതി പൂർത്തിയാക്കുവാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം. ജലജീവൻ മിഷന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പോക്ക് കാരണം ഇഴയുന്നത്. വേനൽ കനത്തതോടെ പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന് കീഴിലെ മൂന്നാർ നഗർ, മൂന്നാർ ടൗൺ, പഴയ മൂന്നാർ എന്നീ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ 2024 തുടക്കം കുറിച്ച പദ്ധതിയാണ് ഇതുവരെയും പൂർത്തീകരിക്കാത്തത്. 2 വർഷം കഴിഞ്ഞിട്ടും പദ്ധതി എങ്ങും എത്തിയിട്ടില്ല. വേനൽ കനത്തതോടെ പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നുള്ള ആവശ്യം ശക്തമായി. അത് ഇതുവരെ കാലനി പകുതിയിൽ തുടങ്ങിയിട്ട് ഈ നല്ലായിരുന്ന റോഡ് വരെ പൊളിച്ചെടുത്ത് മാറ്റിയിട്ട് கொஞ்சம் மெட்டீரியல்ஸ் பைப்பு ஹோஸ் எல்லாம் இறக்கி போட்டு போயிட்டு வருஷம் 2 ஆக போகுது. இதுவரை ஒரு நடவடிக்கை இல்லை. அதுக்கு பிறகு பள்ளிவாசல் பஞ்சாயத்திலையும் மாங்குளம் பஞ்சாயத்திலையும் அதுக்கு பிறகு ஒர்க்கு தொடங்கி அங்கே மொத்தத்தில் பூர்த்தி ஆயிடுச்சு. ஆனால் மூணாவது கிராம பஞ்சாயத்தின் உள்பட்ட இருக்கக்கூடிய 7, 8, 9 டவுனு பழைய மூணார் வார்டு வரை தான் அந்த ப்ராஜெக்ட் எடுத்தது. ஏகதேசம் குடி தண்ணீருக்கு வேண்டி 4500 குடி தண்ணீருடைய டாப்பு தொடங்குவதற்கு வேண்டி தான் அந்த ப்ராஜெக்ட் எடுத்து நடைமுறைப்படுத்தி கொண்டிருந்தாங்க. ஆனால் இது இதுவரை 2 வருஷம் ஆயிட்டு அது ஒரு நடைமுறைப்படுத்தவில்லை. சம்பந்தப்பட்ட அதிகாரிகள்கிட்ட பந்தப்பட்ட போதும் அதே போல் அது கான்ட்ராக்ட் எடுத்துருக்கக்கூடிய கராறுகாருக்கு பந்தப்பட்டு கேட்கும் போதெல்லாம் ஸ்டேட் கவர்மெண்ட் கொடுக்கக்கூடிய ஃபண்டுகள் இதுவரை கொடுக்கப்படவில்லை என்றுதான் அதனுடைய சம்பந்தப்பட்ட കരാറുകാർ சொல்றார்கள். 8 വാർഡുകളിലായി 4500 ടാപ്പുകൾ സ്ഥാപിച്ച് വെള്ളം എത്തിക്കുന്നതായിരുന്നു പദ്ധതി. ജലജീവൻ മിഷന്റെ പദ്ധതിയിലാണ് പണികൾ ഉൾപ്പെടുത്തിയത്. എന്നാൽ കോളനി ഭാഗത്ത് റോഡിൽ കുറച്ച് പൈപ്പുകൾ എത്തിച്ചതൊഴിച്ചാൽ ഒരു വിധത്തിലുള്ള പണികളും പുരോഗമിച്ചിട്ടില്ല. പണികൾക്കായി കരാർ നൽകിയിട്ടുണ്ടെന്നും അവരാണ് പണികൾ പൂർത്തിയാക്കേണ്ടതെന്നുമാണ് വിഷയത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. എന്നാൽ പണികൾക്ക് ആവശ്യമായ ഫണ്ട് ഇതുവരെയും അനുവദിച്ച് കിട്ടിയിട്ടില്ലെന്ന് കരാറുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.